ഓം ബിർള ലോക്സഭാ സ്പീക്കറായേക്കും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് സമവായത്തിന് BJP നേതാക്കളുടെ നീക്കം. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച തുടങ്ങി. പ്രതിപക്ഷത്ത് വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യം വെച്ചാണ് DMKക്ക് BJP ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്തതെന്ന് NK പ്രേമചന്ദ്രൻ MP 24നോട് പറഞ്ഞു. 234 അംഗങ്ങളുള്ള പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടായിട്ടും അത്തരത്തിലൊരു കൂടിയാലോചനയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയത്തിനോ ഇനിയും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. സ്പീക്കർ ആര് എന്ന അനൗൺസ്മെന്റ് ഉണ്ടായതിനു ശേഷം ഈ കാര്യത്തെ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം ഇന്ത്യ മുന്നണി എടുക്കും. ആ വിള്ളലുണ്ടാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം DMKക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഓഫർ ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായത് എന്നാണ് എൻ്റെ വിശ്വാസം. ലോക്സഭയിൽ MPമാരുടെ സത്യപ്രതിജ്ഞ ഇന്നും തുടരും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, സമവായത്തിനൊടുവിൽ NDA സഖ്യം നിർബന്ധിതമാവുകയാണോ? കൂടാതെ ഓം ബിർളയാണ് വരുന്നതെങ്കിൽ കഴിഞ്ഞ ലോക്സഭയിലൊക്കെ പ്രതിപക്ഷ MPമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ ആളാണ് ബിർള. അതുകൊണ്ട് തന്നെ ബിർള സ്വീകാര്യനാകുമോ ഇന്ത്യ സഖ്യത്തിന്? വേണു, ഓം ബിർള ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര അഭിമതനായ ഒരു വ്യക്തിയല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതേസമയം സ്പീക്കർ തെരഞ്ഞെടുപ്പ് അത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുക എന്നുള്ളത് മുൻപ് ഉണ്ടായ ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പ്രതിപക്ഷം തയ്യാറാണ്. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നും അത് നൽകണം എന്നുമുള്ള ആവശ്യമാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഏറെ നേരത്തെ തന്നെ ഈ ആവശ്യം ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ വരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമവായത്തിനായി ഒരു ചർച്ചയും നടന്നിട്ടില്ല പ്രതിപക്ഷവുമായി. ഈ ഒരു സാഹചര്യത്തിലാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ മത്സരിക്കാനും തയ്യാറാണ് എന്ന സന്ദേശം കൃത്യമായി തന്നെ ഇന്ത്യ സഖ്യം നൽകിയത്. എന്നാൽ അത്തരത്തിൽ പറയുമ്പോഴും അതിനായി ഒരു യോഗം ചേർന്ന ഒരു തീരുമാനം ഇന്ത്യ സഖ്യം എടുത്തിട്ടില്ല എന്നുള്ളതാണ് സഖ്യ നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ NDAയുടെ സ്ഥാനാർത്ഥിയെ അറിഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നായിരുന്നു ധാരണ ഇന്ത്യ സഖ്യങ്ങളിലെ പാർട്ടികൾ തമ്മിൽ. എന്നാൽ 12 മണിക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഓം ബിർളയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നത്. അദ്ദേഹം പാർലമെന്റിൽ എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എന്നാൽ രാവിലെ അല്പസമയം മുമ്പാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിവിധ പ്രതിപക്ഷ നേതാക്കളുമായി ബന്ധപ്പെട്ടത്. ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമവായത്തിൽ എത്താനുള്ള ഒരു തീരുമാനത്തിലാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മത്സരം ഉണ്ടാവില്ല, മറിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് വിട്ടു നൽകിയേക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. വേണു, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.